ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം വന്നെത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച നമുക്ക് പരീക്ഷ അങ്ങോട്ട് തുടങ്ങുകയാണ് അല്ലേ. ശനി ഞായർ നമ്മളെ കയ്യിലുണ്ട്. മാക്സിമം നിങ്ങൾ നമ്മുടെ ശനിനെയും ഞായറിനെയും ഉപയോഗിക്കുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് സൂപ്പറായിട്ട് എക്സാം എഴുതി പോരുക. ഉഷാർ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ചാപ്റ്റർ നിങ്ങൾ കണ്ടല്ലോ, ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ആക്സിലറേഷൻ ഓഫ് ദ കാർ. ആ കാറിന്റെ ത്വരണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെയാണ് ത്വരണം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്താണ് ഈ ത്വരണം, അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം അല്ലെ. നമ്മുടെ സ്കൂട്ടറിലൊക്കെ ഉണ്ടല്ലേ, റൈറ്റ് ഹാൻഡിലുള്ള ഒരു സാധനം, അതിങ്ങനെ തിരിച്ചാൽ സ്പീഡ് ഇങ്ങോട്ട് കൂടും അല്ലെ. ആ സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേറ്റർ. അപ്പൊ ആക്സിലറേറ്റർ എന്തിനാ? സ്പീഡ് കൂട്ടാനാണ്. സോ നോക്കണം മക്കളെ, ഇതാ വെലോസിറ്റി കൂടുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കണം. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡൊക്കെ കൂടുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്നതാണ് ആക്സിലറേഷൻ സംഭവിച്ചു. മനസ്സിലാക്കി വെക്കുക, വെലോസിറ്റി കൂടുകയാണെങ്കിൽ. സോ ഇവിടെ നോക്കടാ, 6 മീറ്റർ ബൈ സെക്കൻഡ് ആയിരുന്നു ആദ്യം അല്ലെ. 6 മീറ്റർ ബൈ സെക്കൻഡ് 10 സെക്കൻഡിന് ശേഷം എത്രയാക്കി? 16 മീറ്റർ ബൈ സെക്കൻഡ്. അതായത് ഇവിടെ വെലോസിറ്റി കൂടി. അപ്പൊ നമ്മൾ അതിനെ വിളിക്കും ആക്സിലറേഷൻ ആണ്. സോ ആക്സിലറേഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ മക്കളെ ഇങ്ങോട്ട് നോക്കുക. ആദ്യം ഇതിനൊരു വെലോസിറ്റി ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇനീഷ്യൽ വെലോസിറ്റി. നമ്മൾ കൊടുക്കുന്ന അക്ഷരം യു ആണ്. അവസാനമുള്ള വെലോസിറ്റി ആണ് ഫൈനൽ വെലോസിറ്റി, ആൻഡ് അതിന് നമ്മൾ കൊടുക്കുന്ന അക്ഷരമാണ് വി. ടൈമിന് നമ്മൾ കൊടുക്കുന്ന അക്ഷരമാണ് ടി, ആൻഡ് ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. സോ എ എന്നാ നമ്മൾ കൊടുക്കുക. എ സമം വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. എന്താണ്? വി മൈനസ് യു ബൈ ടി. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. എക്സാമിന്റെ തലേന്ന് അമ്മ ഇങ്ങനെ ചോദിക്കുക, ആ ആക്സിലറേഷൻ ഇക്വേഷൻ പറഞ്ഞാൽ അപ്പം വി മൈനസ് യു ബൈ ടി. അങ്ങനെ ഉറക്കത്തിൽ പോലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ 16 മൈനസ് 6 ഡിവൈഡഡ് ബൈ, അതിനടുത്ത സമയം 10 അല്ലേ. 16 മൈനസ് 6 എത്രയാണ്? 10. സോ 10/10 ചെയ്താൽ വി വിൽ ഗെറ്റ്. ഒന്നും എഴുതി മാത്രം കൊടുത്താൽ 6 മാർക്ക് തരില്ല. നമ്മൾ യൂണിറ്റ് നിർബന്ധമായിട്ട് എഴുതി കൊടുക്കണം. ആൻഡ് ദ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഈസ് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. എന്താണ്? മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മോനെ, മാച്ച് ദ ഫോളോയിങ് ആണ്. എന്തായാലും ചെയ്ത് നോക്കണം. നോക്കടാ, ഡിസ്റ്റൻസ് മലയാളം മീഡിയം ഇവിടെ ഉണ്ട് കേട്ടോ. ദൂരം, അതിന് മാച്ച് ആയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാനാണ്. നമുക്ക് നോക്കാം എന്താ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദി ആക്ച്വൽ പാത്ത് ട്രാവൽ, സഞ്ചരിച്ചിട്ടുള്ള യഥാർത്ഥ ദൂരം. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലൊന്ന് സ്കൂൾക്ക് പോയി എന്ന് പറയുമ്പോൾ ഞാൻ പല വഴിയിൽ പോകും അല്ലേ. ഞാൻ ചിലപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴി അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറാം. ചിലപ്പോൾ അവിടെ അപ്പുറത്ത് നല്ല മിഠായി കിട്ടുന്ന ഒരു കടയുണ്ട്, ഞാൻ അവിടെ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങും. പിന്നെ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം, അപ്പം ഞാൻ വെള്ളം വാങ്ങാൻ വേറെ ഷോപ്പ്, അങ്ങനെ എല്ലാം നോക്കണം. ദി ആക്ച്വൽ പാത്ത് ട്രാവൽ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എവിടെയൊക്കെ പോയോ എല്ലാം നോക്കുക. അതാണ് സഞ്ചരിച്ചിട്ടുള്ള യഥാർത്ഥ നീളം. അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ദ ഡിസ്റ്റൻസ് ആക്ച്വൽ പാത്ത് ട്രാവൽഡ് എന്ന് നമ്മൾ പറയും കേട്ടോ. സഞ്ചരിച്ചിട്ടുള്ള യഥാർത്ഥ നീളം. നെക്സ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗ സമയ ഗ്രാഫ്. ഇതാ പ്രവേഗ സമയ ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ച് നമുക്ക് എന്താ കിട്ടുക ഗൈസ്, നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് നമുക്ക് കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് കിട്ടുക കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരമാണ് കിട്ടുക. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മളെ വീടും നമ്മുടെ സ്കൂളും തമ്മിൽ ഒരു വര അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതായിരിക്കും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ദൂരം. ആൻഡ് ദാറ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം എന്ന്. അതായത് ദ ലെങ്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ, ആദ്യ സ്ഥാനവും അവസാന സ്ഥാനവും തമ്മിലുള്ള നീളത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സോ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ചോദ്യമാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ, ത്വരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, വെലോസിറ്റി കൂടുന്നതാണ് ആക്സിലറേഷൻ. ആക്സിലറേഷന് നേരെ ഓപ്പോസിറ്റ് എന്താ? വെലോസിറ്റി കുറയുക. അതിനാണ് നമ്മൾ വിളിക്കുക റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയും മന്ദീകരണം. ഇക്കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ബിക്കോസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം ഞാൻ ഒരിക്കലും ഇവിടെ ചെയ്യില്ല, നിങ്ങൾ ചെയ്തിട്ട് ആൻസർ
കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പൊ ഇക്വേഷൻ മാത്രം ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ അത് വായിച്ചു നോക്കി 3-4 വട്ടം വായിച്ചു നോക്കിയോണ്ട് മാത്രം കാര്യമില്ല. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്തൊക്കെയോ അറിയുന്ന പോലെ അങ്ങോട്ട് വരച്ചങ്ങോട്ട് കൊടുക്കണം. ഇങ്ങനെ ആ കാർ ട്രാവൽസ് എല്ലാം റോഡ്, ആ ഒരു കാറ് റോഡിലൂടെ പോവുകയാണ് അല്ലേ. അപ്പം കവേഴ്സ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ്, ഓക്കെ, അതൊരു ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഞാനിവിടെ എന്ത് കൊടുക്കും? മലയാളം മീഡിയം കുട്ടികളാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന് പകരം സ്ഥാനാന്തരം എഴുതി കൊടുക്കുക. സ്ഥാനാന്തരം സമം എത്രയാണ്? 50 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻ 2 സെക്കൻഡ്, അതായത് ടൈം ആണ് തന്നിരിക്കുന്നത്. സോ ടി സമം 2 സെക്കൻഡ്. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ കാർ, കാറിന്റെ വെലോസിറ്റി കണ്ടുപിടി. ക്വസ്റ്റ്യൻ മാർക്ക്. യാ മോനെ, ഇതാണ് പ്രസന്റേഷൻ. ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം എടോ. ഇതോടുകൂടി നിങ്ങൾ കോൺഫിഡൻസ് ലെവൽ അങ്ങോട്ട് ഉയർന്നു പോകും. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം പോരെ താഴത്തേക്ക് പോരെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇക്വേഷൻ അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇക്വേഷൻ വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റി സമം ഡിസ്പ്ലേസ്മെന്റ് ബൈ സമയം, അതായത് പ്രവേഗം സമം സ്ഥാനാന്തരം ബൈ സമയം. സോ ഇതിന്റെ ആൻസർ ചെയ്തിട്ട് കമന്റ് ആയിട്ട് അറിയിക്കുന്നത് മാത്രമല്ല, മറ്റന്നെയാണ് പരീക്ഷ. ഇനി ഉടായ്പ കളിച്ച് വെറുതെ ഫോണിൽ നോക്കി സമയം കളയണ്ട. ഉള്ള സമയം യൂസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് ഇപ്പോൾ വരുന്നത്. വെറും 2 ചാപ്റ്ററൊക്കെ ഫിസിക്സിൽ പഠിച്ചാൽ മതി അല്ലേ. എത്ര സിമ്പിളാണ്. കെമിസ്ട്രിയിലാണെങ്കിൽ 2 ചാപ്റ്റർ ഉള്ളു അല്ലേ. ഫിസിക്സിൽ 2 ഉണ്ട് കേട്ടോ അല്ലേ. നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിന്റെ കുറച്ച് തുടക്ക ഭാഗം കൂടി ഉണ്ട്. അപ്പൊ ആകമത്തെ ടോട്ടല് കുറച്ച് പഠിച്ചാൽ മതി. അപ്പൊ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അടുത്ത പ്രാവശ്യത്തെ എക്സാമിന് പഠിക്കാന്ന് വിചാരിച്ചത് മനസ്സിലാക്കണം നിങ്ങൾ ഗായ്സ്. അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് കുറച്ചുകൂടെ പാഠങ്ങൾ പഠിക്കാറുണ്ടാവും. അപ്പൊ നമ്മള് ഭയങ്കര ഭാരമായി പോകും. ഇതാണെങ്കിൽ ശനി ഞായറും ലീവ് ഉണ്ടാകും, കുറച്ചുള്ളൂ, അങ്ങനെ അങ്ങോട്ട് കസർത്തി എഴുതണം. സോ മാക്സിമം നിങ്ങളുടെ സമയത്ത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കുകളെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അത് കോണ്ടന്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനോ JK സാർ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. യെസ്, ബൈ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം.